അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കാഞ്ഞങ്ങാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കാഞ്ഞങ്ങാട് MN സ്മാരക ഹാളിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന ട്രഷറർ പി സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ഈ മരണം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ നമ്മള് പറയായിരുന്നു വയസ്സ് വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരണപ്പെട്ടു. ഇപ്പോൾ വാർദ്ധക്യം എന്നൊരു ഘടകമില്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സംരക്ഷണം നമ്മൾ ഈ ലൈഫ് ലൈൻ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് നമ്മളെല്ലാവരെയും ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയുടെ പ്രത്യേകത 2025 കാലഘട്ടത്തിൽ ഈ AWK എന്ന സംഘടനയിൽ അംഗത്വമെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രായഭേദമന്യേ യാതൊരു വയസ്സിന്റെ നിബന്ധനയും കൂടാതെ അതുപോലെ തന്നെ ഏതൊരു അസുഖത്താൽ ഇപ്പോൾ സഹിക്കുന്ന ആളുകൾക്ക് പോലും ഈ വർഷം ജൂലൈ 31 മുമ്പ് തന്നെ ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കാം. സംഘടനയുടെ പുതിയ പദ്ധതിയായ ലൈഫ് ലൈൻ പദ്ധതിയെക്കുറിച്ചും ഈ പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായധനമായി 10 ലക്ഷം രൂപ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് M വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് MN ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TV ദേവദാസ് സംഘടനാ വിശദീകരണം നടത്തി. ജില്ലാ ട്രഷറർ N മനു വിനായക പരിശീലന പദ്ധതിയെക്കുറിച്ചും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ് വെൽഫെയർ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K പ്രേംകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ മഹേഷ് റാവു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. രതീഷ് മടിക്കൈ AV അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് 2024-25 വർഷത്തിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയികളായ മെമ്പർമാരുടെ മക്കളെ അനുമോദിച്ചു. യൂണിറ്റ് സെക്രട്ടറി K പ്രേംകുമാർ സ്വാഗതവും രഞ്ജിത്ത് ആവിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.